ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് എൻ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് എൻ ഇലക്ട്രിക് കറണ്ട് മീൻസ് ദ എമൗണ്ട്. ഓക്കെ, എന്തോരമാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ട്രെങ്ത് ഓഫ് എൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടർ. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ അകത്തു കൂടി പോകുന്ന ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? is the amount of charge that flows through a conductor in 1 second. അതായത് ഒരു സെക്കൻഡിൽ ആ കണ്ടക്ടറിൻ്റെ അകത്ത് കൂടി പോകുന്ന ചാർജിൻ്റെ അളവാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഐ കൊണ്ടിട്ടാണ്. ഓക്കെ, ഇനി ക്യൂ എന്ന് പറയുന്ന ചാർജ് നമ്മൾ പൊതുവെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ കൊണ്ടിട്ടാണ്. ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ. ഓക്കെ, ക്യൂ കൊണ്ടിട്ടാണ് നമ്മൾ ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഒരു കണ്ടക്ടറിനകത്ത് കൂടി പോവുകയാണ്. എത്ര ടൈമിലാണ്? ടി എന്ന് പറയുന്ന ഒരു റാൻഡം ഒരു ടൈമിൽ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ ആ കണ്ടക്ടറിൻ്റെ അകത്ത് കൂടി പോകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ചാർജ് ബൈ ടൈം. ഓക്കെ, ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂ. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടി. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ വരുന്നത്. എമൗണ്ട്, അതായത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ചാർജ്. എന്തോരം ചാർജാണ്? ക്യൂ ചാർജ്. ക്യൂ എന്നാണ് ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബൈ ടൈം ടേക്കൺ. എന്തോരമാണ് ടൈം? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നമ്മൾ ത്രൂ ഔട്ട് പഠിക്കുന്നൊരു ഇക്വേഷനാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി യൂണിറ്റ് ഓഫ് ചാർജ് ആൻഡ് കറണ്ട് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് ചാർജ്, ചാർജിൻ്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. SI യൂണിറ്റ് ഓഫ് ചാർജ് കൂളുംബാണ്. കൂളുംബ്. ഓക്കെ, കൂളും എന്ന് പറയുക. കൂളുംബ്. ആ ടൈം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടിട്ടാണ്? സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി കൊണ്ടിട്ടാണ് നമ്മൾ കൂളുംബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാർജിൻ്റെ SI യൂണിറ്റ് കൂളുംബാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി ഇത് കൊണ്ടിട്ടാണ്. ഓക്കെ, ഇനി കറണ്ടിൻ്റെ ആണെങ്കിലോ, കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ ആണ്. ഓക്കെ, അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടിട്ടാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ആംപിയറിന് നമുക്ക് ഒരു ലൈക്ക് ഡെഫിനീഷൻ, ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതായത് 1 ആംപിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂളുംബ് ബൈ 1 സെക്കൻഡിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് the strength of current through a conductor is said to be 1 ampere if 1 coulomb of charge flows through it in 1 second. ഇത് ആംപിയറിൻ്റെ ഒരു ഡെഫിനീഷനാണ്. ഓക്കെ, അതായത് ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് കൂടി പോകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത്, ഓക്കെ, അത് 1 ആംപിയർ ആണെങ്കിൽ എപ്പോഴും 1 ആംപിയർ ആവുന്നേ? ഒരു കൊളുംബ് ഓഫ് ചാർജ് അതിൻ്റെ അകത്ത് കൂടി ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കറണ്ടിനെ കുറിച്ച് സ്മോളർ യൂണിറ്റ്സ് ഉണ്ട്. മില്ലി ആംപിയർ, അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. മൈക്രോ ആംപിയർ, നാനോ ആംപിയർ. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ സ്മോളർ യൂണിറ്റ്സ് ആണ്. കറണ്ടിൻ്റെ തന്നെ കുട്ടി കുട്ടി യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻⁻19 കൂളുംബാണ്. ഓക്കെ, ഇത് പഠിക്കണം. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ സ്ട്രെങ്ത് ഓഫ് കറണ്ട് ത്രൂ എ കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടർ ഉണ്ട് എൻ്റെ, ആ കണ്ടക്ടറിൻ്റെ അകത്ത് കൂടി കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് സ്ട്രെങ്ത്, അതായത് എമൗണ്ട് ഓഫ് കറണ്ട്, എമൗണ്ട് ഓഫ് ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? അമ്മീറ്റർ. ഓക്കെ, അമ്മീറ്റർ. ഇനി എന്താ പറയുന്നത്? അമ്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഗിവൻ സർക്യൂട്ട്. നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിനകത്ത് അമ്മീറ്റർ എപ്പോഴും സീരീസ് കണക്ഷനിലാണ് വെക്കുക. ഓക്കെ, സോ അത്രയുമാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് എൻ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഓക്കെ.